നമസ്കാരം. മെട്രോ ഫിലിം സൊസൈറ്റിയുമായി ചേർന്ന് കൊച്ചിയിലെ കരിവേലിപ്പടിയിലുള്ള ടാഗോർ ലൈബ്രറി ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത വിഖ്യാത സിനിമ അമ്മ അറിയാൻ കാൻ ഫെസ്റ്റിവലിൽ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച് ഏറെ ചരിത്ര പ്രാധാന്യം നേടിയ സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി. ജൂലൈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു പ്രദർശനം. പ്രദർശനത്തിന് മുമ്പ് അമ്മ അറിയാൻ സിനിമയുമായി സഹകരിച്ച ജോണിന്റെ സുഹൃത്തുക്കൾ, അതേപോലെ അന്ന് ജോൺ സംവിധാനം ചെയ്ത നായ്ക്കളി എന്ന നാടകവുമായി സഹകരിച്ച പ്രവർത്തകർ, അങ്ങനെ നിരവധി പേർ അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാനായി അവിടെ എത്തുകയും അവർ അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മെട്രോ ഫിലിം സൊസൈറ്റി സെക്രട്ടറി എന്ന നിലയിൽ അവിടെ പങ്കെടുക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. ആ പകർത്തിയ വീഡിയോകൾ ഒരു 5 ഭാഗങ്ങളായിട്ട് ഈ ചാനലിൽ കൂടി ഇടുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇത്. വളരെ വിലപ്പെട്ട അവരുടെ ഓർമ്മകൾ എല്ലാവരും ശ്രവിക്കുമെന്ന് കരുതുന്നു. നന്ദി. പറയാനുള്ള പ്രശ്നവും പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു കാര്യം, ഇതില് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നായ്ക്കളി എന്നൊരു പുതിയ നാടക പരീക്ഷണം ജോൺ കൊച്ചിയിൽ ഇപ്പോൾ വാക്കുടകമ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈ വില്യംസ് ഞങ്ങൾ ഒരു ബറ്റാലിയൻ ഇരിക്കുമ്പോൾ ഇയാൾ പറഞ്ഞ് നാടകത്തെ ഒരു പ്രത്യേക മേഖലയിൽ കൊണ്ടുപോകാനുള്ള സൂത്രം എൻ്റെ കൈവശമുണ്ട്, അത് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ രാഷ്ട്രീയ, അതായത് ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് മുൻപാണ്, 82 നവംബറിലാണ് ഈ നായ്ക്കളി എന്ന, അങ്ങനെയാണ് അയാൾ അതിന് പേരിട്ടത്. അതായത് ഒരു ചതുരംഗ പലകയിൽ അപ്പോൾ 2 നായ്ക്കളി കഴുതട്ടി താഴെയിടുന്നു. ഇതാണ് അതിന്റെ ഫോം. അങ്ങനെ ഈ നായ്ക്കളി തുടങ്ങുന്നത് ബാബറി മസ്ജിദ് മന്ദിർ എന്ന് പറഞ്ഞൊരു അങ്ങനെയല്ല, അതൊരു ബഹളമുണ്ടായിരുന്നു. അതിന്റെ ആ പശ്ചാത്തലമാണ് ആദ്യം ഇയാൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് 4 ആളുകൾ ഒരു മണ്ണില് എന്തോ തിരയുകയാണ്. അപ്പോൾ ഒരു താടിക്കാരൻ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളെന്താ തിരയുന്നത്? ഞങ്ങൾ മന്ദിരാണ് തിരയുന്നത്, മറ്റൊരു മസ്ജിദാണ്. അങ്ങനെ തർക്കമായി. ഈ തർക്കത്തെ ഒത്തുതീർപ്പാക്കാനായിട്ട് 2 കരപ്രമാണിമാർ വരും. വന്നിട്ട് തീരുമാനിക്കുന്നത് ചതുരംഗം നടത്തില്ല, അതായത് യുദ്ധം നടത്തി ഇത് അവസാനിപ്പിക്കാം. അപ്പൊ ചതുരംഗപ്പടയെ ഒരുക്കുകയാണ്. ആ ചതുരംഗപ്പടക്ക് വേണ്ടി കളം നിർമ്മിക്കുന്നത് കടപ്പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്ന് അവിടുത്തെ ചെമ്മണ്ണിൽ കളങ്ങൾ തീർത്തുകൊണ്ടാണ് നിർവഹിച്ചത്. അപ്പൊ ഈ കട്ടയിൽ 2 ഭാഗത്ത് 2 തരം, അതായത് വസ്ത്രമുള്ളവരും വസ്ത്രമില്ലാത്തവരുമായ കരുക്കൾ, രാജാവ്, മന്ത്രി, അങ്ങനെയൊക്കെയുള്ള അവർ നിന്നിട്ട് യുദ്ധം നടത്തലാണ് ഈ ഇതിന്റെ പ്രമേയം. ചുരുക്കി പറയുകയാണ്. ആ സാധനമാണ് ഇയാൾ നായ്ക്കളി എന്ന നാടകമായിട്ട് ഉപയോഗിച്ചത്. പക്ഷേ ഈ നായ്ക്കളിയിൽ ലോകം ആരംഭിച്ചത്, അതായത് ആദം, ഈ മതസങ്കല്പം ഉണ്ടല്ലോ സെമിറ്റിക്ക്, ആ സങ്കല്പത്തിൽ ആദമിനെ ഒഴിച്ച് മോസസ് ഉണ്ട്, ജീസസ് ഉണ്ട്, പിന്നെ സ്പാർട്ടക്കസ് ഉണ്ട്. ഇവരെക്കാളൊക്കെ മുൻപുള്ള ഈ നമ്മുടെ സോക്രട്ടീസിന് മുൻപുള്ള സ്പാർട്ടക്കസ് ഉണ്ട്. പിന്നെ സ്പാർട്ടക്കസിന് പടയാളികളുണ്ട്. പിന്നെ റോമൻ കലിഗുള സീസർ, അങ്ങനെയുള്ള വിശ്വപ്രശസ്തരായവരും പോസ്റ്റ്മാൻ, കള്ളൂടിയൻ, പിടിച്ചുപറിക്കാരൻ, ലൈംഗിക തൊഴിലാളി, ഇത്തരം ആളുകൾ ഉൾപ്പെടുന്ന കരുക്കളാണ് ഈ ഇതിൽ. അതിൽ 2 പ്രധാന കരുക്കളെ നമുക്കറിയാം. ഒന്ന് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അതിൽ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആ ഫോണായിട്ടാണ്. മറ്റൊന്ന് ആ കളത്തിൽ കരുവില്ല. അതാരാണെന്നത് ഇല്ല, സ്പേസ്, ദൈവം. മതത്തിന് വേണമെങ്കിൽ ദൈവം എന്ന് പറയാം, ക്രിസ്തുവാനിക്ക് സ്പേസ് എന്ന് പറയാം. ജോൺ അങ്ങനെയാണ് പറയുന്നത്.
അതങ്ങനെ തന്നെ മതി എന്ന് പറയും. അങ്ങനല്ലേ സംഭവം. അങ്ങനെ ഒരു പ്രത്യേകത 4 ഭാഗത്തു നിന്നും ആളുകൾക്ക് കാണാവുന്ന നാടകം 4 ഭാഗത്തിരുന്നാണെങ്കിലും കാണാം. ഈ കരപ്രമാണിമാരാണ് കരുക്കൾ നിൽക്കുന്നത്. ശരിക്കും ചതുരംഗക്കളി. ഇതില് ഒരു കഴിവ് എഴുന്നേറ്റ് എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രത്തിന് വേണ്ടി ഒരു ജീവനും രക്തവും ഞാനിതാ ചിന്താൻ തയ്യാറായിരിക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള ആ കഴിവിന് ഒരു ലോക്കൽ കഴിവ് എന്ന് വെച്ചാൽ ഒരു സാധാരണ പടയാളി വെട്ടി കൊലപ്പെടുത്തുകയാണ്. അത് ഇന്ദിരാഗാന്ധി എന്ന കഴിവായിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് ഏതാണ്ട് 84 ഒക്ടോബറിലാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. ഇത് 82 നവംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാളുടെ ഈ രാഷ്ട്രീയ പ്രവചനം ഇതൊരു മഹാസംഭവമായിരുന്നു. അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായി നായ്ക്കളിൽ ഒരു വേറെ ഇടമാണ് ഈ സംഭവം. അതും പിന്നെ ഈ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പം അതുമൊക്കെ അടങ്ങിയ ഈ നാടകം നടത്തി അതിൻ്റെ ഒരു നെക്സ്റ്റ് ചാൻസാണ്. ഇത് 100ഓളം പേരാണ് ഈ നായ്ക്കളിക്ക്. 100 ആളുകൾ കൂടിയ ഒരു നാടകം. 100 നടന്മാരെന്ന് പറയാൻ എന്തെന്ന് പറയാം. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഓഡിയൻസ്. ഇപ്പം നമ്മളിരിക്കുന്ന പോലെ വരുന്ന ഓഡിയൻസും അതിൻ്റെ ഭാഗമാണ്. അതായത് അവരന്യമല്ല. ഈ ദൈവത്തിൻ്റെ ഈ സങ്കല്പം നെക്സ്റ്റ് ഒരു അനുഭവം ഉള്ളത്. അതിന് ശേഷം ഒരു കൊല്ലത്തിനുള്ളിൽ വൈക്കത്ത് അവിടെ എന്തോ ഒരു കുരിശിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായില്ല. അപ്പോൾ വലിയ നിലക്കൽ അതിൻ്റെ തീരുന്ന സമയമാണ്. അപ്പം അന്നേരം നമ്മൾ ഇവിടുന്നൊരു ബറ്റാലിയൻ വെറുതെ ഈ ജാതി മതേതര വേദിയെന്നും പറഞ്ഞ് വെറുതെ ഒരു കൃത്രിമ പേരിൽ ഒരു ടീം പോയി. എന്ന് വെച്ചാൽ ഒരു ജാതിയുടെ പക്ഷം നിൽക്കാതെ ഒരു ദൈവത്തിൻ്റെ പക്ഷം നിൽക്കാതെ അതിൻ്റെ സംഘാടകർ അന്നത്തെ പ്രമാണിമാരായ നക്സലൈറ്റുകൾ. അതായത് വേണു, രാമചന്ദ്രൻ, പിന്നെ വേറെ ഒരു ഭാഗത്താണ് പാടത്തായില്ല അവിടെ ഉള്ള ആൾ. അവരൊക്കെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളൊരു ബറ്റാലിയൻ പോയ ജോൺ അതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിവിടുന്ന് കവിതേൻ്റെ വേണ്ടി നാട്ടുകാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത്. കാരണം അവർക്ക് ചെലവിന് കൊടുക്കണമല്ലോ. കളക്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജോണിനോട് ഞങ്ങൾ ചില്ലർ പറഞ്ഞു, ജോണെ ഈ ജാതി വേണ്ടെന്ന് പറയുന്നത് മനസ്സിലാക്കാം, മതം വേണ്ട അത് മനസ്സിലാക്കാം, മൂന്നാമത്തത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരണമെന്ന്. അപ്പോൾ ജോൺ പറഞ്ഞു ഇവന്മാരൊക്കെ അതിൻ്റെ രക്ഷാകർത്താക്കളും മാതാപിതാക്കളും ഇതിലൂടെ ചോദിക്കാറുണ്ട്. അപ്പോൾ വേണു പറഞ്ഞേ അവിടെ ഒരു കടലാസ് ഒട്ടിച്ച് കളയാൻ പറഞ്ഞു. ഇത് ദൈവം വേണ്ട എന്നുള്ളത്. കാരണം ദൈവം എന്താണ് പിന്നെ മറ്റവർക്ക് വിശ്വാസിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവർ യുക്തിവാദികൾ. യുക്തിവാദിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇങ്ങനത്തെ തർക്കമൊന്നും നിൽക്കണം. അപ്പൊ ഇവര് ഒഫീഷ്യലായിട്ട് അതിനെ ദൈവം അംഗീകരിച്ച ഇവര് ദൈവം ഉണ്ടാവില്ല. അവരത് മാറ്റി. അത് ജോണിന്റെ സാമർഥ്യമാണത്. ജോണാണത് അവരോട് അവതരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറെ വിളവൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സിനിമയുടെ ഇതിന് ഈ ബഷീർ പറഞ്ഞ ആ മുറിയിൽ ചിത്രങ്ങളൊക്കെ ആരുമൊക്കെ വരച്ചൊക്കെ വെക്കും. ഈ ജോസഫൊക്കെ ലീവിന് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യും. അവിടെ ഒരു 3 ശവങ്ങളെ, അതായത് ഈ ഓവിഡിയന്റെ കാർട്ടൂൺ സ്റ്റൈലിലുള്ള ഒരു കാർട്ടൂൺ ശവങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിന്റെ മുകളിൽ കൂടി ഈ സുരേഷ് ഗോപിയൊക്കെ ഇടുന്ന പോലത്തെ കോട്ടുണ്ടല്ല, മുട്ട് വരെ കിടക്കുന്നത്. അത്തരം കോട്ടിട്ട് ഒരു കോട്ട് ആളില്ല. ആ കോട്ടിന്റെ അടിയിൽ 2 കാല് കാണാം. ഒരെണ്ണം അപ്പുറത്തേക്ക് കടന്ന് ഒരു പട്ടാള കൂട്ടുള്ള കാലാണ്. രണ്ടാമത്തെ കാല് പൊങ്ങി അതിന്റെ ബാക്ക് നമുക്ക് കാണാം. അതാണ് പട്ടാള കൂട്ടാണെന്ന് മനസ്സിലാക്കി ഈ ശവത്തെ കവച്ചു നോക്കിയത്. ജോണിൽ നോക്കിയിട്ട് പറഞ്ഞേ, അമ്മേ ഞാൻ യാത്രയിലാണ്, ഇവിടെയെല്ലാം ശവങ്ങളാണെന്നേ, ഇവിടെയെല്ലാം ശവങ്ങളാണ്. അത് ഇയാൾ എഴുതിയെടുത്തു. അതാണ് ഇതിന്റെ ആദ്യത്തെ അവസാനത്തെ തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തൊക്കെ എഴുതിയിരുന്നു. അവിടെ നിന്ന് ആരംഭിച്ചതാണ് ഈ അമ്മ അറിയാൻ ഇത്രയും പറയാനുള്ളൂ. ഓക്കെ. ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ നാടക അക്കാദമിയാണ്. അതിന്റെ ചെയർമാനായിരുന്ന ഒരു ബഹാദൂറാണ് വടക്കേന്ത്യൻ.
അപ്പൊ അയാൾ വന്ന് അത് ഈ അഗ്നികുണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അത് ഒക്കെ ചെയ്തത്. അപ്പൊ ഇതിന്റെ ഈ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഈ ബഷീർ ഞാനങ്ങനെ പല ആളുകളും കാണാൻ പോയിരുന്നു. ഞാനങ്ങനെ ഈ കാവാലത്തെ കാണാൻ പോയി, കാവലുമായി. അപ്പൊ അദ്ദേഹം മറ്റേ ഇവിടെ ഫെസ്റ്റിവലിന് പോയിട്ട് വന്നാണ്, ഡ്രാമ ഫെസ്റ്റിവൽ ലണ്ടനിൽ. അപ്പൊ അറിഞ്ഞിട്ടുണ്ട് നായ്ക്കളിയെ കുറിച്ച്, അറിവിട്ട് അതിന്റെ സൂചന കിട്ടിയിട്ടാണ് അതവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ ലണ്ടൻ തിയേറ്റർ ഓഫ് ഡ്രാമയുടെ ഒരു ഡെൻ മാർട്ടിൻ എന്ന് പറയുന്ന ആൾ, അയാൾ ജോണിനോട് പറയാൻ പറഞ്ഞു, ജോണിന്റെ നാടകം ഇവിടേക്ക് വെൽക്കം ആണെന്ന് പറഞ്ഞേക്കാൻ. കാരണം അതിന് രാഷ്ട്രീയ മത സാമൂഹിക ആ സംഭവം ഉണ്ടല്ല, അതിന്റെ ഡൈമെൻഷൻ അത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ വിവരം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ജോണിനോട് പറഞ്ഞാണ്. ജോണിന് പിന്നെ അങ്ങനെ ഒരു വലിയ ഇതൊന്നുമില്ലായിരുന്നു. കാവാലം ആണ് ഈ പറഞ്ഞത്. ഈ അതായത് ഞങ്ങള് തിരുവരങ്ങെന്നും പറഞ്ഞ ആധുനിക നാടക പരിവർത്തനക്കാരാണെന്ന് പറഞ്ഞു. ജോൺ നാടകമല്ല സൃഷ്ടിക്കുന്നത്, നാടക രീതി തന്നെ പൊളിച്ചടക്കിയിട്ട് ഒരു പുത്തൻ നാടക രീതി, ഒരു സംരംഭം ഈ ലോകത്ത് കലാരംഗത്ത് അവതരിപ്പിക്കണം. അത് മഹാന്മാരിൽ മഹാനായ ഒരു സർഗപ്രതിഭയ്ക്ക് അത് കഴിയുള്ളൂ അദ്ദേഹം പറഞ്ഞു. മനസ്സിലായത് അതായത് ജോൺ നിഷേധിയൊക്കെ ആണെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ജോൺ പറഞ്ഞാണ് അവിടെ ആലപ്പുഴക്കടുത്തൊരു ഈ കുട്ടനാട്ടിലൊരു ദ്വീപില് ഒരു പള്ളി മറ്റേ പാസ്റ്റർ എന്ന് പറയുന്നത്, പാസ്റ്റർമാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഒരു അച്ഛൻ. അപ്പോ ഈ ക്ലാസ് എടുക്കുന്ന അച്ഛനെ ബോട്ടടിക്കാൻ വന്നിരിക്കുകയാണ് ജോൺ. എന്തോ ചില്ലറ വാങ്ങിക്കുക, കുടിക്കാനല്ല, യാത്രക്ക് അധികം പൈസ. ഇത് ഇയാള് സംസാരം ഇപ്പൊ അതിൽ തീർത്താലേ ജോണിന് ക്ലാസ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ജോൺ ഇങ്ങനെ സംസാരിക്കുന്നപ്പോ ജോൺ ഇടയിൽ കയറിയിട്ടേ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാട്ടുകാരക്കാരന് മാത്രമേ എന്ന് പറഞ്ഞു. കാരണം അയാൾ ആലുവ സ്വദേശിയാണ് ഈ അച്ഛൻ. അപ്പൊ അച്ഛന് കാര്യം പിടികിട്ടി. അച്ഛൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോണിന്റെ പരിപാടികൾ തട്ടി ആ രീതിയായിരുന്നു. അതുപോലെ ജോൺ പറഞ്ഞ് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ പള്ളി ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയാച്ചന്റെ ക്രൂരവിക്രമായിരിക്കും അല്ലെ? ആ അപ്പൊ അതിന് ഷൂട്ടിങ്ങിന് അനുവാദം തരാം ജോണെ, ഇവിടെ ഫാനില്ല, നീ അത് കേൾക്കുമെന്ന്. അതിനെന്താ എത്ര ആയിരം ഫാൻ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ജോണേക്ക്. സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മദ്രാസിലൊക്കെ പോയി ജോൺ വന്ന് അച്ഛനും എന്തേ നമ്മളെ പങ്കയുടെ കാര്യം എന്തേന്ന് ചോദിച്ചു. ഓ കാറ്റിനല്ലേ, വാ എന്ന് പറഞ്ഞു. മുകളിൽ കയറി ആ ജനലൊക്കെ തുറന്നിട്ട് എന്ത് പൊന്നച്ചു എന്ത് കാറ്റാണ്, എങ്ങനെ പിടിച്ചു നിൽക്കണ് അച്ഛനോട്. അപ്പൊ ജോണിന് അതങ്ങനെയാണ് എന്ന രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ ചില മനുഷ്യരെ നമ്മൾ കാണുമല്ലോ, നമ്മുടെ സുഹൃത്തുക്കളിൽ തന്നെ ഉണ്ടാവും. മോശം ഇതാണെങ്കിൽ നീന്തി അയാൾ നടക്കാം, അയാൾ മോശമായിക്കോട്ടെ, നമുക്കെന്താ ഇല്ലേ? അതായിരുന്നു അവിടുത്തെ കാഴ്ചപ്പാട്. പിന്നെ ഒരു കാര്യം പറഞ്ഞത്, ജോണുമായിട്ട് സച്ചിദാനന്ദന് മറ്റേ പ്രേംജിയൊക്കെ കാണാൻ വേണ്ടി പോണേ ഈ നായ്ക്കളി നാടകവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ പറൂരെത്തിയപ്പോഴപ്പോ എന്നെ ഇതിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു, പണിപ്പുരന്ന് ഏൽപ്പിച്ചിരിക്കുന്നു, ജോണിനെ കൊണ്ട് കുടിപ്പിക്കരുത്. ഞാൻ കർഷകക്കാരനായതുകൊണ്ട് തന്നെ ഇയാൾ ഇട്ടേക്കുന്ന പേര് മൂലക്കുരു എന്നാണ്. മൂലക്കുരു പൈൽ. അപ്പൊ പറൂരെത്തിയപ്പോ ഇയാൾ എന്നോട് പറഞ്ഞേ, സാരി ആരും അറിയില്ല, ഒരു കുപ്പി കള്ള്, നല്ല കള്ളാണ് പറവൂച്ച്, എന്തൊരു മണം, ഒന്ന് കഴിച്ചാൽ കൊള്ളാന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞു ജോണിന് ഒരു അയവൊക്കെ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവരറിഞ്ഞാലും കുഴപ്പമില്ല, ഒരു കുപ്പി കള്ളു കുടിക്കാൻ പറ്റും. ഇയാൾ നമ്മളെ സ്റ്റാൻഡിങ് ആയിരിക്കണം എന്ന് പറയും. ഞാൻ കുടിക്കൂല. ഞാൻ ജീവിതത്തിൽ ഞാൻ ഈ ആന്റണിയൊക്കെയാണ് ജോണിന്റെ കൂടെ മദ്യപിക്കാത്ത ബഷീർ. ബാക്കി ഒട്ടുമിക്ക ആളുകളും മദ്യപിച്ചാണ് പരിചയപ്പെടുന്നത്. അപ്പോ ജോൺ സ്റ്റാൻഡിങ്ങിൽ നിന്ന് കുടിക്കുമ്പോ ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ ഇവിടുത്തുകാരനല്ലേ അല്ലേ എന്ന് ചോദിച്ചു. ചേട്ടൻ ഇവിടുത്തുകാരനാണോ എന്ന് ചോദിച്ചു. അതെ, ഞങ്ങളൊക്കെ ഈ മണ്ണിൽ ജനിച്ചു തന്നു. പിന്നെ ജോൺ പറയുന്നത് എന്താ, ഞങ്ങൾ വെള്ളത്തിന്റെ അടിയിൽ പോയി മണ്ണ് കോരിയെടുത്ത് പൊത്തി അതൊരു ദ്വീപാക്കി അതിന്റെ മുകളിൽ ജനിച്ചവരാണ് എന്ന് പറഞ്ഞപ്പോ ഈ കളിച്ചിരിക്കുക.
എന്നെ ജോൺ അയാളെ തെറി വിളിച്ചു. പ്രായമുള്ള ആളാണ്. ഇന്നെന്റെ പ്രായം അന്നത്തെ അങ്ങേർക്കുണ്ട്. തെറി വിളിക്കുന്ന അങ്ങേരോടൊന്ന് ക്ഷമിക്കണം, നിങ്ങൾ കുട്ടനാടെന്ന് കേട്ടിട്ടുണ്ടോ, അതെങ്ങനെ ഉണ്ടാക്കിയത്, അതാണ് അദ്ദേഹം വിളിച്ചത്. ഇദ്ദേഹം ഇന്ന ആളാന്ന് പറഞ്ഞപ്പോ സോറി പറഞ്ഞു. അല്ല ജോണിനടി കിട്ടിയത് പറൂക്കാരൊക്കെ കൂടി രണ്ടാളും പെരുമാറുക. അപ്പൊ അതാണ് ജോൺ. ജോണിന്റെ അപ്പൊ കുട്ടനാടെന്നാണ് ജോൺ പറയുന്നത്. അബ്ദുൾ റബ്ബ് ഇതിൽ ആരോ വരച്ചതാണ് കാർട്ടൂൺ സ്റ്റൈലിലുള്ള 3 ശവങ്ങളുടെ ഭാഗം, മുഖം മൂടാത്ത. അതിന് മുകളിലൂടെ പട്ടാളം കൂട്ടിട്ട ഒരു ഓവർകോട്ട് സഞ്ചരിക്കുന്നു. ഇത് നോക്കിയിട്ടാണ് ജോണിങ്ങനെ ഇടയ്ക്കിങ്ങനെ പ്രവചനം പോലെ പറയും, അമ്മേ ഞാൻ യാത്രയിലാണ്, ഇവിടെ മുഴുവൻ ശവങ്ങളാണമ്മേ, ശവങ്ങളാണമ്മേ. അങ്ങനെയാണ് അതിനകത്ത് എഴുതുന്നത്. തന്നെയല്ല ഈ സിദ്ദീഖ് ആന്റണി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ഈ നാടക ബന്ധമാണ് ഞങ്ങൾക്ക്. സിനിമയിലെ എനിക്കൊന്നും എൻ്റെ അണിയറയിലില്ല. ഞാൻ പോസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മ അറിയാവുന്നൊരു കടലാസിൽ എഴുതിയിട്ട് ഒരു ഇതിലെഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു ഫോട്ടോ ആണ് ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിൻ്റെ ഫോട്ടോ, അമ്മ അറിയാമെന്നുള്ള പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ ഫോട്ടോ. ചുരുക്കി പറഞ്ഞ ബാർലി എന്നും പറഞ്ഞ വീട്ടിലുണ്ടായിരുന്നില്ലേ, ബാർലിപ്പൊടി. അതിന്റെ ചിത്രം കണ്ടത്. അതിന്റെ അകത്ത് ഒരു ബാർലിപ്പൊടിയുടെ പടമുണ്ട് എന്നതുപോലെ ഉണ്ട്. ആ രീതിയിലാണ് ആ പോസ്റ്റർ. ആ പോസ്റ്ററായിട്ടാണ് ഇദ്ദേഹം പോയത്. ഇപ്പോഴത്തെ ഫോർട്ട് കൊച്ചി മറ്റേ ഗാമ സ്ക്വയറിന്റെ അവിടെയാണ് ജോൺ പറഞ്ഞത് നാടകം. ആ മധു ആ മരിച്ചു അതിൽ ജീവിച്ചിരിക്കുന്ന ഇപ്പൊ സിദ്ദീഖ് ആന്റണി ഞാൻ അങ്ങനെ 2-3 പേരേ ഉള്ളൂ. ഞാൻ ഫോട്ടോയിലൊന്നുമില്ല, ഇവരൊക്കെ ഉള്ളൂ. ബാക്കി എൻ്റെ അനിയനെ ഉൾപ്പെടെ മരിച്ചു പോയതാണ്.